പുല്ലുപ്പാറ ബസ് അപകടത്തിൽ മരണപ്പെട്ട 4 പേരിൽ 2 പേരുടെ സംസ്കാരം നടന്നു. മാവേലിക്കര തട്ടാരമ്പലം മറ്റം തെക്ക് സംഗീത് സോമൻ, കിഴക്കേനട കൗസ്തുഭത്തിൽ ബിന്ദു നാരായണൻ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടന്നത്. സംഗീതിന്റെ സംസ്കാരം ഇന്ന് രാവിലെ തട്ടാരമ്പലം മറ്റം തെക്കുള്ള വീട്ടുവളപ്പിലും ബിന്ദു നാരായണന്റേത് ഉച്ചയ്ക്ക് ശേഷം മാവേലിക്കര കിഴക്കേനടയിലുള്ള വീട്ടുവളപ്പിലും നടന്നു. മാവേലിക്കര പല്ലാരിമംഗലം കോട്ടയ്ക്കകത്ത് തെക്കേതിൽ മോഹനൻ നായരുടെ ഭാര്യ രമാമോഹന്റെ സംസ്കാരം ബുധനാഴ്ച 3 മണിക്കും മാവേലിക്കര തട്ടാരമ്പലം മറ്റം വടക്ക് കാർത്തികയിൽ ഹരിഹരൻ പിള്ളയുടെയും രാധാഹരിയുടെയും മകൻ അരുൺ ഹരിയുടെ സംസ്കാരം ബുധനാഴ്ച 2 മണിക്കും വീട്ടുവളപ്പിൽ നടക്കും. രാധാമോഹനോടൊപ്പം ഭർത്താവ് മോഹനൻ നായരും ബിന്ദു നാരായണനൊപ്പം ഭർത്താവ് ജി കൃഷ്ണൻ ഉണ്ണിത്താനും അരുണിനൊപ്പം അമ്മ രാധാദേവിയും തീർത്ഥയാത്രയ്ക്കായി പോയിരുന്നു. ഇവരൊക്കെ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയത്തേക്കുള്ള ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് മുണ്ടക്കയത്തിന് 12 കിലോമീറ്റർ മുകളിൽ പുല്ലുപാറയ്ക്ക് സമീപത്തെ ക്രാഷ് ബാരിയർ തകർത്ത് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ബസ് മരങ്ങളിലും മറ്റും തടഞ്ഞു നിന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. പുല്ലുപാറയ്ക്ക് സമീപം ബസിന്റെ ബ്രേക്കിനുണ്ടായ തകരാറാണ് അപകടം സംഭവിക്കാൻ കാരണമായതെന്നാണ് പ്രാഥമിക വിവരം. KSRTC മാവേലിക്കര ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ മധുര തഞ്ചാവൂർ തീർത്ഥാടന യാത്രയിലാണ് ഇവർ തീർത്ഥയാത്രയ്ക്കായി പോയത്. തമിഴ്നാട്ടിലെ കമ്പം, മധുര മീനാക്ഷി ക്ഷേത്രം, കാവേരി, തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം എന്നിവിടങ്ങളിലെ സന്ദർശന ശേഷം തിരികെ വരുമ്പോഴായിരുന്നു അപകടം. ജനുവരി 5 പുലർച്ചെ 3 മണിയോടെയാണ് മാവേലിക്കരയിൽ നിന്നും ഇവർ പുറപ്പെട്ടത്. 6 രാവിലെ 6:30 മാവേലിക്കര എത്തിച്ചേരും വിധമായിരുന്നു യാത്ര. തഞ്ചാവൂരിലേക്ക് പോയപ്പോൾ മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ സാധിക്കാതിരുന്നതിനാൽ തിരികെ വന്നപ്പോഴായിരുന്നു കമ്പത്ത് നിർത്തിയത്. ഡ്രൈവർ കം കണ്ടക്ടറായ എറണാകുളം സ്വദേശി ഡിക്സൺ, എംപാനൽ ഡ്രൈവർ കറ്റാനം സ്വദേശി രാജീവ് കുമാർ, ടൂർ കോർഡിനേറ്റർ മാങ്കാങ്കുഴി സ്വദേശിനി RS രമ്യ എന്നിവരടക്കം 32 പേർക്ക് പരിക്കേറ്റു. മാവേലിക്കര സ്വദേശികളായ മോഹനൻ നായർ, പൊന്നുണ്ണിപ്പിള്ള, ഗിരിജ, ശ്രീകല, ജയലക്ഷ്മി, ദീപ, ഇന്ദിര, കൃഷ്ണൻ ഉണ്ണിത്താൻ, ഉഷ, രാധാകൃഷ്ണൻ, വാസുദേവൻ പിള്ള, ഗീത, രാജലക്ഷ്മി, രാജേന്ദ്രൻ, ഉഷ, ശ്രീകുമാരി, ശാന്ത, ഷിബു, ഗീത, മണി, റാണി, ജയപ്രകാശ്, രാജൻ, ഹരിത, മല്ലിക, അനീശേഖർ, രാജശേഖരൻ, രാജേഷ്, കൃഷ്ണകുമാർ എന്നിവരാണ് പരിക്കേറ്റ മറ്റുള്ളവർ. അപകടത്തിൽ മരിച്ച സംഗീത്, ബിന്ദു എന്നിവരുടെ വീടുകൾ മന്ത്രിമാരായ സജി ചെറിയാനും P പ്രസാദും സന്ദർശിച്ചു. ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. സർക്കാർ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. അടിയന്തര ധനസഹായമായി സർക്കാർ അനുവദിച്ച തുക ഉടൻ കൈമാറും. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.